വളരെ പാവമായിട്ടൊക്കെ ഇരിക്കണം. പക്ഷേ വീട്ടിലെ ചട്ടമ്പിയാണെന്ന് ഞാൻ പറഞ്ഞാൽ സമ്മതിക്കൂ? അല്ല, എന്താ പേര്? ആമേയ. ആമേയ എന്നുള്ളതാണ് പേര്. അമേയ. ആ, ആമേയ അല്ല, അമേയ. ആരൊക്കെ വന്നിട്ടുണ്ട് കൂടെ? അമ്മയുടെ അമ്മയും ചേച്ചിയും മഞ്ജു അമ്മ. മഞ്ഞ. മഞ്ഞ എന്ന് പറഞ്ഞാൽ മഞ്ജു അമ്മയ്ക്ക് മഞ്ഞ എന്നാണ് വിളിക്കുന്നത് അല്ലേ? അത് മഞ്ഞ, ഇത് ചുവപ്പ്, ഇത് നീല, ഇത് വെള്ള, അങ്ങനെ ഒരേ കളറാണ്. മഞ്ജു അമ്മനോടുള്ള ഇഷ്ടം കൊണ്ടാണ് മഞ്ഞ എന്ന് വിളിക്കണം. കൊല്ലത്തൊരു പച്ചയുണ്ട്, ഇവിടെ ഒരു മഞ്ഞയുണ്ട്. കൊല്ലത്ത് പച്ചയുടെ പേരെന്താ? ആശ. ആശ. ആശ അല്ലേ? ആശ ആരാണ്? എൻ്റെ അച്ഛൻ്റെ മൂത്താളിൻ്റെ ഭാര്യ ആണോ? അച്ഛൻ്റെ മൂത്താളിൻ്റെ ഭാര്യ, അച്ഛൻ്റെ ചേട്ടൻ്റെ ഭാര്യ, വല്യമ്മ അല്ലേ? അതെവിടെയാണ്? കൊല്ലം. കൊള്ളാന്നാണ് ഞാൻ ചോദിച്ചത്. അത് എവിടെയാണ് സ്ഥലം? കൊല്ലം. കൊല്ലം. ആ, ഞാൻ കൊള്ളാന്നാണ് ഈ കേൾക്കണത്. അവിടെയൊക്കെ പോവാറുണ്ടോ? അവിടെയൊക്കെ പോവാറുണ്ടോ? ഈ വീട്ടില് അച്ഛനെന്ത് ചെയ്യും? അച്ഛനാണെങ്കിൽ അവിടെ കിടക്കുറങ്ങും. ഈ സമയത്തൊക്കെ പകലൊക്കെ അച്ഛന് ഉറക്ക കമ്പനിയിലാ? അല്ല, സാർ. ഏത് സാറ്? സാറാണെങ്കിൽ ഉറപ്പാ. ഞങ്ങളിവിടെ 3-4 സാർമാരുണ്ട്. സാറാണെങ്കിൽ ഉറപ്പാ. പകലിടന്ന് ഉറങ്ങും അല്ലേ? രാത്രി കിടന്ന് ഉറങ്ങും അച്ഛൻ? രാത്രി ഏറ്റവും അവസാനം കിടക്കണ ആരാണ്? എല്ലാരും നേരത്തെ കിടക്കൂല? നേരത്തെ കിടക്കും. ആരാണ് വീട്ടില് മണ്ടത്തരം പറയണത്? ആരും പറയൂല. ആരാണ് വീട്ടില് നുണ പറയുന്നത്? ആരും പറയൂല. ഇങ്ങനെയൊക്കെ പറയണമെന്ന് ആരാ പറഞ്ഞത്? ആരും പറഞ്ഞില്ല. അതിൽ തന്നെ ആരോ പറഞ്ഞതായിട്ട് എനിക്കറിയാം. ആരും പറഞ്ഞില്ല. അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം അമ്മയാണോ? അച്ഛൻ. അമ്മ എന്തേലും ഇഷ്ടമല്ലാത്തത്? അമ്മ ആണെങ്കിലേ അമ്മ എൻ്റെ കൂടെ ഒറ്റയ്ക്കാനും നിൽക്കില്ല. അമ്മ എന്നും ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ എന്താ പണി? നേഴ്സ്. കുട്ടി നേഴ്സാണ്. ഏത് ഹോസ്പിറ്റലിൽ? വെങ്കോട്. എന്ത് നേഴ്സാണ് അമ്മ? SUT ഹോസ്പിറ്റലിൽ. രാവിലെ പോകും? ഡ്യൂട്ടിയുള്ളപ്പോൾ പോകും. കുറച്ച് ദൂരമുള്ളതുകൊണ്ട് നേരത്തെ ഇറങ്ങും. എത്ര മണിക്ക് പോകും? രാവിലത്തെ ഡ്യൂട്ടി ആണെങ്കിൽ 5:30 ആകുമ്പോൾ ഇറങ്ങും. ഷോ, പിന്നെ എത്ര മണിക്ക് വരും? 3-3:30 ആകുമ്പോൾ എത്തും. ഇതിനിപ്പോൾ എത്ര നാളായി നേരിട്ട് കണ്ടിട്ട്? എന്നും കാണാറുണ്ട്. മിണ്ടാറില്ല? ഞാനിങ്ങനെ പോകുമ്പോൾ അത് അവിടെ ഉണ്ടെന്ന് ഞാൻ അറിയാറുണ്ട്. വെറുതെ എല്ലാ മനുഷ്യൻ പകലിടന്ന് ഉറങ്ങണത്. അല്ല, അതിപ്പോ എനിക്ക് ഏകദേശം സംഗതി പിടുത്തം കിട്ടി. അമ്മ വീട്ടിലുണ്ടാകാറില്ല എന്നാണ് അർത്ഥം. അമ്മ വീട്ടിലിടക്കേ ഉണ്ടാകാറുള്ളൂ. അച്ഛനോട് ആ ഉറക്ക കമ്പനി തന്നെ ജോയിൻ ചെയ്തോളാൻ പറ. ചിലപ്പോഴൊക്കെ ആണെങ്കിലേ അമ്മയാണെങ്കിലേ വീട്ടിലേ വരില്ല. അമ്മയാണെങ്കിലേ നൈറ്റിന് പോകും. വൈകിട്ട് പിന്നെ നൈറ്റിന് പോകാതെ ഇടയക്കാരെങ്കിലും പോവുക? വൈകിട്ടത്തെ ഡ്യൂട്ടി എപ്പോഴും നൈറ്റിനല്ലേ പോകാം. നല്ല നേരം വിളിക്കുമ്പോ വരില്ലേ? നേരം വിളിക്കുമ്പോഴല്ല, കൊറേ കഴിയും. പൈസ കൊണ്ട് വല്ലതും വാങ്ങിത്തരാറുണ്ടോ? എന്ത് വാങ്ങിത്തരും? കത്രിക. എന്തെങ്കിലും പൈസ കിട്ടിയ കത്രികയാണ് മേടിച്ചു കൊടുക്കാറ്. ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണത്. ഞാൻ തവള ഉണ്ടാക്കും. അമ്മ മെഡിക്കൽ കോളേജിലാണോ? പേപ്പർ കട്ടിങ്ങാ ഇഷ്ടം. പേപ്പർ കട്ടിംഗ് ആണ് ഇഷ്ടം. അപ്പം നമ്മൾ കത്രിക മേടിച്ച് കൊടുക്കും. ഭക്ഷണമൊന്നും പ്രത്യേകിച്ച് കൊടുക്കണ്ട. കുറച്ച് പേപ്പർ ഇട്ട് കൊടുക്കുക. ഒരു കത്രിക മേടിച്ച് മാസം ശമ്പളം കിട്ടുമ്പോൾ കൊടുത്താൽ അവിടെ ഇരുന്ന് കട്ട് ചെയ്തിരുന്നോളൂ. പാട്ട് പാടുവോ? ഒരു പാട്ട് പാടിയോ? ഇതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ, പുന്നാര പൂങ്കുയിലേ. ഏനുണ്ടോടി അമ്പിളിച്ച
ചന്തം ഉണ്ട്. ഏനുണ്ടോടി താമര ചന്തം ഉണ്ട്. ഏനുണ്ടോടി മാരിവിൽ ചന്തം ഉറപ്പ്. ഏനുണ്ടോടി മാമഴ ചന്തം ഉണ്ട്. കമ്മലിട്ടോ ഇല്ല. പൊട്ടു തൊട്ടോ തൊട്ട്. ഏനീതൊന്നും അറിഞ്ഞതേയില്ലേ പുന്നാര പൂങ്കുയിലേ കാവാളം കിളിക്കാതില് ചൊല്ലാണ് കണ്ണിലിത്തിരി കൺമഷി വേണ്ടെന്ന് കുമ്പിളിൽ പൂമണാവു മയത്താണ് കാറ്റുമൂളണ കരിവള വേണ്ടെന്ന് എന്തിനാവോ ഏതിനാവോ നീ മാറി മായമെല്ലാം അറിഞ്ഞിട്ടും മിണ്ടാതെ നിക്കണല്ലേ. ഇഷ്ടപ്പെട്ടു എനിക്ക്. എന്താ പേര്? അക്ഷയ്. വേറെ പേരുണ്ട്. എന്താണ്? അപ്പു. അപ്പു. അപ്പു എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം, അക്ഷയ് എന്ന് വിളിക്കുന്നതാണോ ഇഷ്ടം? അക്ഷയ്. പക്ഷെ അപ്പു എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് അപ്പു എന്നുള്ള പേര് നമ്മൾ മാറ്റി വെക്കുന്നു. പഠിപ്പിക്കുന്ന ടീച്ചറിന്റെ പേരെന്താണ്? അപ്പൊ ഞാൻ ഈ ടീച്ചറിന്റെ പേര് ചോദിച്ചപ്പോൾ ആലോചിച്ച് പറയാൻ കാര്യം, ക്ലാസ്സിൽ പോണത് ഇഷ്ടമല്ല, പഠിക്കണത് ഇഷ്ടമല്ല. പഠിച്ച് ആരായി തീരണമെന്ന് ആഗ്രഹമുണ്ടോ? ആരാണോ? പോലീസ് ആകണമെന്നാണ് പറയണത്. പക്ഷെ ക്ലാസ്സിൽ പോകണത് ഇഷ്ടമല്ല, പഠിക്കണത് ഇഷ്ടമല്ല. പോലീസുകാരൊക്കെ പഠിപ്പുള്ളവരാണ്, ക്ലാസ്സിൽ പോയിട്ടുള്ളവരാണ്, ട്രെയിനിങ്ങിന് പോയിട്ടുള്ളവരാണ്. ഇതേപോലത്തെ ആരോഗ്യമൊന്നുമല്ല, നല്ല ഗുമാന്നിരിക്കണം. അമ്മയുടെ പേരെന്താണ്? അച്ഛന്റെ പേരാ? അച്ഛന്റെ ജോലി എന്താണ്? ഓട്ടോ ഓടിക്കുക. ഓട്ടം ഓടിക്കുക. ഓട്ടോറിക്ഷ ഓടിക്കുക. വാങ്ങിച്ചു ഓട്ടോറിക്ഷ. ആരാ ഓടിക്കണത്? അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. എപ്പോ പോകും? ചോറുണ്ടെന്ന് പറഞ്ഞാൽ ഉച്ച കഴിഞ്ഞിട്ട് പോകും. ഇപ്പൊ രാവിലെ പോലും ഉച്ചവരെ എന്താ പണി? രാവിലെ ആണെങ്കിൽ പോവും, ഉച്ചയ്ക്കും പോവും, വൈകിട്ടും പോവും. 3 നേരവും പോവും. കാശ് കൊണ്ടുവന്ന് ആരെ കൊടുക്കും? അമ്മയുടെ കയ്യിൽ. അമ്മ കൊടുത്തില്ലെങ്കിൽ എന്ത് പറയും? കൊടുത്തില്ലെങ്കിൽ രണ്ടുപേരും വഴക്കിടും. അച്ഛൻ കാശ് കൊടുക്കണല്ലേ, പിന്നെ അച്ഛൻ എന്തിനാ വഴക്കിടുന്നത്? ഉള്ള കാശ് മുഴുവൻ അമ്മയെ കൊടുത്തിട്ട് പിന്നെ എന്തെങ്കിലും ചോദിക്കും. അപ്പൊ കൊടുക്കില്ല. ആര് ചോദിക്കും? അച്ഛൻ ഓട്ടോ വഴി കാശ് കൊണ്ടു നോക്കാൻ നേരത്ത് പിന്നെ കാശ് കാണൂല. അപ്പൊ അച്ഛൻ ചോദിക്കും കാശ് എവിടെ, കാശ് എവിടെ? ഞാൻ നിന്റെ തന്ന കാശ് എവിടെ ഞാൻ നിന്റെ തന്ന കാശ് എവിടെ, കാശ് എവിടെ എന്ന് ചോദിക്കും അച്ഛൻ. അപ്പൊ അമ്മ എന്ത് പറയും? ഞാൻ കണ്ടില്ലെന്ന്. ഞാൻ കണ്ടൊന്നുമില്ല, എന്റെ കൈ എടുത്തോന്നും അറിയില്ല അല്ലേ? അപ്പൊ അവസാനം അച്ഛൻ എന്ത് ചെയ്യും? അച്ഛനാണെങ്കിൽ പിന്നെ ഒന്നും ചെയ്യത്തില്ല. അപ്പൊ ഞാൻ ചോദിക്കും എന്താ ഇവിടെ വഴിക്കുന്നു. അയ്യോ എന്താ അച്ഛനും അമ്മയും കൂടെ അല്ല കൊടുമ്പരി കൊണ്ടിരിക്കുമ്പോ ഈ ചങ്ങാതി വന്നിട്ട് ചോദിക്കുന്നു എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കും. ഇവര് വഴക്കിടുന്ന് കാണാൻ രസമാണ്. കൊള്ളൂലേ? അടിയിടിയൊക്കെ ഉണ്ടാക്കും. വഴക്ക് മാത്രം, തല്ലൊന്നും ചെയ്യത്തില്ല. വെറുതെ വഴക്ക് മാത്രമേ ഉള്ളൂ. അപ്പുറം ഇപ്പുറം കസേരയിട്ടിരുന്ന് മുഖത്തോട് മുഖം നോക്കി ഈ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക്. ആര് ജയിക്കും? അമ്മ. അച്ഛനാണെങ്കിലേ ഒരു ദിവസം മരുന്ന് അച്ഛൻ്റെ കാണാൻ പോയപ്പോ അമ്മ എടുത്തു നോക്കി എൻ്റെ മരുന്ന്. വലിയ കുപ്പിയാണോ ചെറിയ കുപ്പിയാണോ? വലുത്. അതിനകത്ത് മരുന്ന് ഒഴിച്ചിട്ട് വെള്ളം ചേർക്കുക, സോഡ ചേർക്കുക. പിന്നെ അവിടെ ആ പരിസരത്ത് ആരെങ്കിലും കള്ളുകൂടിയന്മാരുണ്ടോ? ആരാണ്? അച്ഛൻ. വീട്ടിലിരുന്ന് കുടിക്കുക? വീട്ടിൽ നിന്ന് കുടിക്കും, പിന്നെ പോയി എല്ലായിടത്തുനിന്നും കുടിക്കും. അവിടെ എങ്ങനെ വരും? കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വരുന്നില്ല, ദേഷ്യപ്പെട്ട് വരത്തില്ല, സൈലന്റ് ആവും. കുടിച്ചു കഴിഞ്ഞാൽ അപ്പൊ അച്ഛനാണെങ്കിൽ ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ നേരത്ത് അമ്മയാണെങ്കിൽ അച്ഛനോട് പറയുവാ കുറെ കൂടെ വെള്ളം അടിക്കും, അപ്പൊ തലവേദന വരുമെന്ന്. ഇപ്പോഴേ തലവേദനയാണെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു കുറെ കൂടി വെള്ളം കയറ്റി അപ്പൊ നന്നായിട്ട് തലവേദന വരുമെന്ന്. ഏത് അമ്മ ഉപദേശിച്ചു കൊടുക്കുക? എല്ലാ ദിവസവും വെള്ളവടി ഉണ്ടായിരുന്നു, നീ ഇപ്പൊ ഒന്നുമില്ല. അത് അമ്മനെ പേടിച്ചാണോ? അമ്മ വല്ലതും പറഞ്ഞോ? അമ്മ ഒന്നും പറഞ്ഞില്ല, അമ്മ പേടി അച്ഛന്. ഇത്രയും ശരീരമുള്ള ഇത്രയും പൊക്കമുള്ള അച്ഛന് അമ്മനെ പേടി. അമ്മയാണെങ്കിലേ ചൂല് വെട്ടോത്തിയും വെച്ച് കൊല്ലുമെന്ന് പേടി അച്ഛന്. ചൂലെടുത്തിട്ട് വെട്ടുകത്തി വെച്ച് വെട്ടി കൊല്ലുമെന്ന് പേടിയുണ്ട് ചെറുതായിട്ട് അച്ഛന്.
അച്ചാച്ചൻ പറയും എനിക്ക് കൂടി താന്ന് പറയും ഈ ആണെങ്കിൽ കുപ്പി മൊത്തമാണെങ്കിൽ കണ്ണത്തി കൊണ്ട് കളയണമെന്ന്. കുടിച്ചോ, പക്ഷെ കുടിച്ചിട്ട് കുപ്പി മൊത്തം കൂടെ കണ്ടെത്തി കളയണം, ഇവിടെ ഇട്ടേക്കരുത് എന്ന് അല്ല, ആ നമ്മുടെ കണ്ടെത്തി കൊണ്ട് കടയില് വേറെ സ്ഥലത്തൊക്കെ കൊണ്ട് കളയണമെന്ന്. നമ്മുടെ കണ്ടത്തിലിടരുത്, വേറെ സ്ഥലത്ത് കൊണ്ടുപോയി കളയണമെന്ന് പറയും. കാര്യം നമ്മുടെ കണ്ടത്തിലിട്ടാ നമ്മളാണ് വെള്ളം അടിച്ചെന്ന് അച്ചാച്ചൻ പറയും, ഇല്ലേ? അല്ല, അച്ചാച്ചനല്ല, അപ്പുറത്തൊരു ചിറ്റപ്പനുണ്ട്, ആ ചിറ്റപ്പൻ പറയും. ആ ചിറ്റപ്പൻ വെള്ളം എനിക്ക് 2 ചിറ്റപ്പനുണ്ട്. അവര് വെള്ളം അടിക്കുക? എനിക്ക് 3 ചിറ്റപ്പനുണ്ട്. അവര് വെള്ളം അടിക്കുക? അവര് വെള്ളം അടിക്കുക? എനിക്കാണെങ്കിൽ ഒരു മനോജ് ചിറ്റപ്പനും ഉണ്ട്, ഒരാണെങ്കിൽ രതീഷ് ചിറ്റപ്പനും ഉണ്ട്, പിന്നെ ഈ 2 ചിറ്റപ്പനേ ഉള്ളൂ. പിന്നെ വേറെ ചിറ്റപ്പനുണ്ട് അപ്പുറത്ത്. എല്ലാ ചിറ്റപ്പന്മാരും അച്ഛനും അച്ചാച്ചനും ഒക്കെ ടീമാണ് നിങ്ങൾ? അച്ഛനും അച്ചാച്ചനും അച്ഛമ്മയും ഒക്കെ ടീമാണ്. പെണ്ണുങ്ങളൊക്കെ അച്ഛൻ്റെ ടീമാണ്. പെണ്ണുങ്ങളൊക്കെ അച്ഛൻ്റെ ടീം? അപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റൊറ്റക്കേ ഉള്ളു. ഇവരൊക്കെ ടീമെല്ലാം, ബിവറേജ് ടീമെല്ലാം പെണ്ണുങ്ങളും ഒക്കെ അടക്കം ഒരു ടീം. ആവറേജ് ആയിട്ട് കൊച്ചു മാത്രമേ അവിടെ ഉള്ളൂ. ഈ വെള്ളം അടിക്കണ തനിക്ക് ഇഷ്ടമാണോ? അച്ഛൻ പറയുവാണേ ചട്ടി ചവിട്ടി പൊട്ടിക്കുന്ന കാര്യമൊന്നും പറയലെന്ന്. അച്ഛൻ പറഞ്ഞേക്കണത് ഞാൻ ചട്ടി ചവിട്ടി പൊട്ടിക്കണ കാര്യമൊന്നും അവിടെ പറഞ്ഞേക്കരുത്. പറഞ്ഞാ നീ ഒരു സ്ഥലത്തിലും കൊണ്ടുപോകത്തില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്തും കൊണ്ടുപോകത്തില്ലെന്ന്. മോനിഞ്ഞ ഒരു സ്ഥലത്തും കൊണ്ടുപോകില്ല. അച്ഛനെ മോശക്കാരനാക്കണ ആരാണ്? കൂട്ടുകാരാണ് മെയിൻ. അച്ഛൻ അല്ലെങ്കിൽ നല്ലതാണ്? അച്ഛനാണെങ്കിൽ നല്ലതാകുമ്പോൾ കൂട്ടുകാരൊക്കെ മോശമാക്കും. അപ്പൊ കൂട്ടുകെട്ടാണ് അച്ഛൻ മോശക്കാരായി പോണത്. അപ്പൊ എന്ത് ചെയ്യും നമുക്ക്? എല്ലാവരും ആണെങ്കിലേ അച്ഛനെ വിളിക്കും, അതുകൊണ്ടാ അച്ഛൻ ഇങ്ങനെ ചീത്തയാവുന്നത്. എന്താണ് വിശേഷം? ഒന്നും വിചാരിച്ചില്ല. ഒന്നും വിചാരിച്ചില്ല. ഒന്നും വിജയിച്ചില്ല. മലയാളി തന്നെയല്ലേ? മലയാളിയല്ല. മലയാളം അറിയോ? മലയാളം അറിയില്ല. അപ്പൊ ഒരു ഇംഗ്ലീഷ് പാട്ട് പഠിക്കും. ആത്തുമണൽ പായലിൽ അന്റെ വേച്ചാനാൽ കുഞ്ഞിന് കൈവേച്ചിന് തോണി കേടി പോയില്ലേ. ഇത് ഇംഗ്ലീഷാണ്, പുള്ളിക്ക് മലയാളം അറിയില്ല, മലയാളിയുമല്ല. ഇനി ഒരു മലയാളം പാട്ട് പഠിക്കാം. തിങ്കിൽ തിങ്കിൽ നെറ്റിൽ ചാട്ട്. എറണാകുളം ജില്ല, തൊട്ടടുത്ത് കാക്കനാട്, അതിനടുത്ത് തെങ്ങോട് എന്നുള്ള എൻ്റെ നാട്ടിലെ പരിസരത്തു നിന്നാണ് ഈ ബംഗാളിയല്ല മലയാളി അല്ലാത്ത രീതിയിൽ പറഞ്ഞു. എന്താണ് അവ പേര്? സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ആരാകാനാണ് ഇഷ്ടം? മോഹൻലാൽ, തിരുപ്പുകുയാൻ, മമ്മൂട്ടി, അല്ലു അർജുൻ, പോക്കിരി രാജ. ആരാകാനെന്നുള്ള ആഗ്രഹത്തിനാണ് ഈ സാധനങ്ങൾ വന്നത്. മമ്മൂട്ടി, തുറപ്പുകുലാൽ, പോക്കിരി രാജ, പിന്നെ അല്ലു അർജുൻ. നിസ്സാര ടീമൊന്നും അല്ല, ഒക്കെ പിടിച്ചേക്കണ നല്ല പുളിക്കൊമ്പത്താ. വീട്ടിൽ കറക്റ്റ് സമയത്ത് ആഹാരമൊക്കെ വെച്ച് തരുമോ? ആരാ വെച്ച് തരുന്നത്? പിങ്കി മമ്മി. ആരാ വാരി തരുന്നത്? പിങ്കി മമ്മി. എന്താ കഴിക്കണത് ഇഷ്ടം? പൊറോട്ടയും ചിക്കനും. പൊറോട്ടയാണ് ഇഷ്ടം? ചിക്കൻ കറിയും വേണം? വലുതാവുമ്പോൾ എന്താണ് ആഗ്രഹം? പൊറോട്ട അടിക്കണോ? ചായക്കട ഇടണോ? ഹോട്ടൽ നടത്തണോ? ചിക്കൻ കുറവ് നടത്തണം? എന്ത് വേണം? പൊറോട്ട അടിക്കണം. പൊറോട്ട അത്ര ഇഷ്ടമാണ്. വീട്ടിലാരാ പാചകം ചെയ്യുന്നത്? അച്ഛനാണോ അമ്മയാണോ? അമ്മ. ആരാ തുണിയൊക്കെ അലക്കുന്നത്? പിങ്കി മമ്മി. അമ്മാമ്മ ഇപ്പം തുണി അലക്കും. പിങ്കി മമ്മിക്കും പിങ്കി മമ്മിക്കും വയ്യാണ്ടിരിക്കുമ്പോ ഞാൻ തുണി അലക്കും. അതെനിക്കിപ്പോ കാണാൻ മനസ്സിൽ ആ തുണി അലക്കം എങ്ങനെയാണെന്ന്. വീട്ടിൽ എന്തൊക്കെ പണിയെടുക്കും ഇയാള്? ഞാൻ കളിക്കും, ടി വി കാണും, നല്ല പണിയാണ്. പിന്നെ ഉറങ്ങും. ഈ 3 പണിയും പുള്ളിയാണ് എടുക്കുന്നത്. ഉറങ്ങും, ടി വി കാണും, കളിക്കും. അങ്ങനെയുള്ള വലിയ പണിയൊക്കെ പുള്ളി ഏറ്റെടുത്തിട്ട് ചെറിയ പണിയൊക്കെ അമ്മക്ക് കൊടുക്കും. എന്തൊക്കെ പണിയാ? കറി വെക്കും, കറി വെക്കും, തുണി അലക്കും, ചെറിയ ചെറിയ പണിയൊക്കെ അമ്മക്ക്. പാത്രം കഴുകും. അതൊക്കെ ചെറിയ പണി, അത് അമ്മ ചെയ്യട്ടെ. മറ്റാ വലിയ പണിയൊക്കെ മോൻ തന്നെ ചെയ്യണം. ഒരു മാന്ത്രിക പടി ഞാൻ കയ്യിൽ തന്നാൽ ഈ കൂട്ടത്തിൽ വീട്ടിൽ നിന്ന് വന്ന ആരെ അടിക്കും? ആരെ അടിക്കൂല. അപ്പൊ മന്ത്രവടി ഞാൻ വാങ്ങിച്ചു വെച്ചു. സമ്മാനം ഇല്ല. സമ്മാനം വേണമെങ്കിൽ ഞാനൊരു മന്ത്രവടി തരാം. ആരെ തല്ലും? അപ്പനെ തല്ലും. എന്തുകൊണ്ട് തല്ലുമെന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം സമ്മാനമുണ്ട് എന്നറിഞ്ഞത് കൊണ്ടാണ്. സമ്മാനം കിട്ടിയാൽ
പ്രതിഫലം കിട്ടിയാൽ, പകരം എന്തെങ്കിലും കിട്ടിയാൽ അവരെന്തും ചെയ്യും. ആ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ നിന്ന് പോകണം. അത്തരം ചിന്തകൾ പാടില്ല. സമ്മാനമല്ല, എന്തൊക്കെ തന്നെ തരാന്ന് പറഞ്ഞാലും അച്ഛനെയും അമ്മയും തല്ലാനോ ഉപദ്രവിക്കാനോ പാടില്ല. കേൾക്കുന്നുണ്ടോ? അവരാരാണ്? നമ്മുടെ എത്രല്ല ദൈവമാണ്. ദൈവം. അപ്പൊ ഉപദ്രവിക്കാമോ? ഇല്ല. ആരാകാനാണ് ഇഷ്ടം? തിരുപ്പൂരാനും മമ്മൂട്ടി, അല്ലു അർജുൻ. ഇരിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ഒട്ടും കുരുത്തക്കേടില്ലാത്ത ഒരു ചെറുപ്പക്കാരനാണെന്ന് എനിക്ക് തോന്നുന്നു. വലുതാവുമ്പോൾ ആരായണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? ആരാണോ? SI ആകേണ്ട ആളാണ് ഈ കളത്ത് പോയിട്ട് ഈ ഇരിക്കണം, ഈ വളഞ്ഞുകൂടിഞ്ഞിരിക്കണത്. ഇങ്ങനെയൊക്കെ SI ഇരുന്നാൽ ഏത് കള്ളന്മാരാണ് അടുത്തേക്ക് വന്നത്? SI ആകണമെങ്കിൽ നല്ല ഇങ്ങനെ നിൽക്കണം. മസലുണ്ടാ? പിടിച്ചേ. ചൂലിന്റെ ഇറുക്കിലേക്ക് ഇതിലും മണ്ണുണ്ട്. പഴം പഴുക്കൂലേ? അപ്പൊ നമ്മൾ പിടിക്കൂലേ? അതേപോലെയാണ് മസാല പിടിച്ചത്. മതി മതി, ബലം പിടിക്കണ്ട. SI ആകാൻ നിൽക്കുന്ന ആളാണ്. ശ്രദ്ധിച്ചേക്കണം. ഈ SI ജീപ്പിന് വരുമ്പോ ദയവ് ചെയ്ത് മാറിയേക്കണം. എങ്ങടെ ഓടിക്കരണേന്ന് അറിയാൻ പറ്റില്ല. SI ആയിക്കഴിഞ്ഞാൽ ആരാദ്യം പിടിക്കും? കള്ളന. എന്നിട്ട് എന്ത് ചെയ്യും? SIയുടെ കൂടെ എപ്പോഴും ആരുണ്ടാവണം? അമ്മ ഉണ്ടാവണോ? അമ്മയും ആശിഷും. ജീപ്പിലും കൂടെ ഇവരും ഉണ്ടാവണം. ജീപ്പിൽ എപ്പോഴും SIയുടെ ആയിട്ട് ജീപ്പിലും SIയുടെ കൂടെ ഇവരുണ്ടാവണം. നല്ലതാണ്. ആരാ വീട്ടിൽ പഠിപ്പിക്കണത്? ആരാ ടീച്ചറിന്റെ പേരെന്താണ്? എങ്ങനെയുണ്ട് ടീച്ചർ? കാണാനല്ല, പഠിപ്പിക്കാൻ എങ്ങനെയുണ്ട്? ഇപ്പൊ എന്തൊക്കെ പഠിച്ചു? കായ്ക്ക കായ്ക്കങ്ങ, ചായ്ച്ച ചായ്ച്ച, പാപ്പ പറഞ്ഞേ. SI പാപ്പാ പിപി പുപു പൗ പമ്പ. SI പിടിക്കാൻ ഉദ്ദേശിക്കുന്ന കള്ളന്മാർ കേട്ടേക്കണം. SI വരുന്നത് ഇങ്ങനെയൊക്കെ പാപ്പാ പിപി പുപു ഇറു പപ്പം പമ്പ. എന്നെ പൊന്നളിയാ, SI ആകണമെങ്കിൽ ഇപ്പോഴേ ഇത്തിരി ദേഷ്യമൊക്കെ വരണം. ഇങ്ങനെയൊക്കെ നല്ല മസിലൊക്കെ നിൽക്കണം. പൃഥ്വിരാജിന്റെ പടമൊക്കെ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ അങ്ങ് നിൽക്കണം. അല്ലാണ്ട് കള്ളനെ കാണുമ്പോ പാപ്പാ. അപ്പോ SI ആവണം. പഠിച്ച ആരാവണം? SI. എന്തെന്ന്? SI ആരാകും? FI അല്ല, നമുക്ക് ആരാകണം? സബ് ഇൻസ്പെക്ടർ. SI. എങ്ങനെ എങ്ങനെ? സബ് ഇൻസ്പെക്ടർ. കമ്പനിപ്പെട്ടർ അല്ല, സബ് ഇൻസ്പെക്ടർ. അയ്യ, ഞാൻ പറയണത് സബ് ഫബ് അല്ല, സബ് ഇൻസ്പെക്ടർ. ഇനിയിപ്പോ പറക്കുന്നൊക്കെയാണ് ഇപ്പൊ വരുന്നത്. ഈ പാലയിലുള്ള ഇക്രു വലിയ ശരിക്ക് പോയിട്ട് പഠിച്ചോളണം. ഇങ്ങനെയൊക്കെ ചെന്നിട്ട് കള്ളന്മാരോട് പറയുന്നത് ഞാൻ സബ് ഇൻഫോ പാർക്കറാണെന്നൊക്കെ പറയുമ്പോ കള്ളന്മാർ ഓടിച്ചിട്ടിരിക്കും. ഏട്ടാ, പഠിച്ചോളണം. സബ് ഇൻസ്പെക്ടർ. അതാണ്. ഉറങ്ങിയാ? പാല് കുടിച്ചു. ഇനി എന്ത് കഴിക്കണം? ഫുഡ് കഴിച്ചു. ഇനി എന്ത് കഴിക്കണം? കിടക്കണോ? റൂം എടുക്കണം. എത്ര നേരം കിടക്കും? 5 നേരം. രാവിലെ എന്താ പണി? സൂപ്പർ കിഡ്സിൽ വരും. അത് ഓക്കെ, സൂപ്പർ കിഡ്സിൽ വന്നു. പകൽ എന്താ പണി? രാത്രി എന്താ പണി? ഉറങ്ങും. പകലോ? എണീറ്റ് വരും. ആരുടെ കൂടെ കിടക്കുന്നത്? ഡാഡിയുടെ പേരെന്താണ്?
മമ്മിയുടെ പേരാ റാണി. റാണി. മറ്റത് നിജോ. ആ കുഞ്ഞു അവിടെ പേരാ മിന്നുകുട്ടി. സിനിമ ഇഷ്ടമാണോ? ഷാറുഖ് ഖാൻ ഇട്ടോ. ഷാറുഖ് ഖാൻ പെട്ടെന്ന് വിളിച്ചാലും പെട്ടെന്ന് പോയി കാണാനും പറ്റുന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കണം. ഷാറുഖ് ഖാന്റെ സിനിമ കണ്ടിട്ടുണ്ടോ? പിന്നെ ആരെയാണ് ഇഷ്ടം? പിന്നെ സൽമാൻ ഇട്ടു, ഷാറുഖ് ഖാൻ ഇട്ടു. സൽമാൻ ഖാനും ഷാറുഖ് ഖാനും. ഗാനുള്ളവരെ മാത്രമാണോ ഇഷ്ടം? വേറെ ആരും ഇഷ്ടമല്ല? മലയാളത്തിൽ ആരും ഇഷ്ടമല്ല? സിനിമ കാണാറുണ്ടോ? ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാന്റെ സിനിമ അതേ ഇഷ്ടമുള്ളൂ? സൽമാൻ ഖാനും ഷാറുഖ് ഖാനും ഇട്ടു. ഇഷ്ടപ്പെട്ടോട്ടെ. ഇപ്പൊ അവരോട് ചോദിച്ചാൽ അവരും പറയട്ടെ ഇങ്ങനെ ഒരാൾ ഇവിടെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. വേറെ ആരും ഇഷ്ടമല്ല? സൽമാൻ ഖാനെ മാത്തേ കേരട്ടെ തേങ്ങ വായിക്കാം. എങ്ങനെ? സൽമാൻ ഖാനെ മാത്തേ കേരട്ടെ തേങ്ങ വായിക്കാം. തേങ്ങ വായിക്കാം. തെങ്ങ കയറാ തേങ്ങ വായിക്കപ്പ സൽമാൻ ഖാൻ. സൽമാൻ ഖാൻ തെങ്ങ കയറി തേങ്ങ പറിക്കും. നല്ല ആളോടാ പറയാൻ പോണത്. ഷാറുഖ് ഖാനാ? ഷാറുഖ് ഖാനും തേങ്ങ വായിക്കും. തേങ്ങ പറിക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഇപ്പൊ തേങ്ങ പറിയാൻ ജോലി. അവര് കേക്കണ്ട. ശരിക്കും ഉറക്കത്തിൽ ഇപ്പൊ എഴുന്നേറ്റതാണോ? ഇവിടെ ഞാൻ രാത്രിയാണ്.